ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വലിയ മസാല ദോശ ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ്. അപ്പോൾ അതിൻ്റെ മസാലകളും എല്ലാം പ്രിപ്പറേഷനും ഒന്ന് വീഡിയോ ഫുള്ള് കണ്ടു നോക്കണേ. ഞാനിവിടെ സാധാരണ ദോശക്ക് പിന്നെ ഇഡ്ഡലിക്കൊക്കെ അരക്കുന്ന പോലെ ഒരു 1.5 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നും. അപ്പം അരി എത്രയാണോ അതിൻ്റെ പകുതി ഉഴുന്ന്, അല്ലെങ്കിൽ ഉഴുന്ന് എത്ര അതിൻ്റെ ഇരട്ടി അരി, ആ ഒരു രീതിയിലാണ്. പിന്നെ അരക്കുമ്പോൾ 2 കൈ ചോറുമാണ് ചേർക്കുന്നത്. നമ്മൾ അരി വെള്ളത്തിലിടുമ്പോൾ തന്നെ ഒരു നുള്ളി ഉലുവ ഇടുന്നത് നല്ലതാണ്. നമ്മൾ ചോറ് 2 കൈ ചോറാണ്. അപ്പോൾ ആ അളവിൽ നമ്മൾക്ക് അരി അരച്ചെടുക്കാം. അരി അരക്കുമ്പോൾ മിക്സിയിൽ നമുക്ക് അരി എത്രയുണ്ടോ അതേ അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് കട്ടിയിലല്ലേ നമുക്ക് ഈ മാവ് വേണ്ടത്, എന്നാലേ പെർഫെക്റ്റായിട്ട് കിട്ടൂ. അപ്പോൾ ഇപ്പം കട്ടിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അരിയുടെ മുകളിലോട്ട് വെള്ളം വരണ്ട. അരി എത്രയുണ്ടോ ആ ഒരളവിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവുന്നതാണ്. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലേക്ക് നമ്മൾ ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒരു അലൂമിനിയം പാത്രത്തിൽ അടുപ്പിൻ്റെയൊക്കെ സൈഡിൽ വെച്ചാൽ നല്ലപോലെ പൊങ്ങി വരും. എന്നാലും ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. മസാല ദോശക്കുള്ള ആ ഒരു പെർഫെക്റ്റ് ഇതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ്, കിഴങ്ങ് ഒരു 5-6 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിലൊന്ന് ഒരു 3 വിസിലിന് വേവിച്ചു. അതിലോട്ടിടാനുള്ള സവാള, പച്ചമുളക്, ഒരു 3-4 പച്ചമുളകും 2 സവാളയും എടുത്തിട്ടുണ്ട്. ഇപ്പം കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പം വേറൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് ഞാൻ ആദ്യം ഇതിലോട്ട് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാല ദോശയുടെ മസാല ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് ഇച്ചിരി പൊട്ടിച്ചാൽ നല്ലൊരു കടിക്കാൻ കിട്ടും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉഴുന്നൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉഴുന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലോട്ട് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്തു. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് പൊള്ളി നല്ലപോലെ വാടി വന്നതിന് ശേഷം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഇതിലോട്ട് ചേർത്തൊന്ന് ഉടച്ചെടുക്കാം. ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മസാലയിലോട്ട് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ക്യാരറ്റ് വാങ്ങാൻ വിട്ടുപോയിരുന്നു. നമ്മൾ സാധാരണ ഇങ്ങനെ കിഴങ്ങ് മാത്രം ഇട്ടും മസാല ആക്കലുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കിഴങ്ങ് ചേർക്കലുണ്ട്. പിന്നെ ബീട്രൂട്ടും കൂടി വേവിച്ച് ചേർക്കലുണ്ട്. ബീട്രൂട്ട് ഇരിപ്പുണ്ടായി, ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഈ കിഴങ്ങ് മാത്രം ഇട്ടിട്ടൊന്നാക്കി. പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. വളരെ എളുപ്പമല്ലേ, നമുക്ക് ഉഴുന്നരി അരച്ച് വെച്ച് പിന്നെ ഈ മസാലയൊന്ന് ആക്കിക്കഴിഞ്ഞാൽ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പം അരച്ച് വെച്ചിരിക്കുന്ന മസാല റെഡിയും കൂട്ടിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു സ്പൂണൊക്കെ, നമുക്ക് സ്പൂൺ ഉപ്പിട്ട്, ചിലർ ഗ്രീൻ പീസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പക്ഷെ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കിഴങ്ങും സവാളയും ഇട്ടുള്ള മസാലയാണ് ആക്കിയിരിക്കുന്നത്. നമ്മളിവിടെയൊക്കെ കടകളിൽ സാധാരണ ഈ ഒരു മസാല. ഇതിപ്പോൾ നമ്മുടെ വലിയ നോൺ സ്റ്റിക്ക് പാനാണ്. അതായത് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന 5-6 പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ പാൻ. അപ്പം ഞാൻ വലിയ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പരന്ന് തവിയില്ലെങ്കിൽ മറ്റൊരു ചെറിയ അടി പരന്ന കറിപ്പാത്രം അത് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ, അതായത് കളർ ഒരു ബ്രൗൺ പോലെ ആകുമ്പോൾ നമുക്കതിലോട്ട് മസാല ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഞാനൊന്നിങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാക്കി പിന്നെ വലുതായിട്ട് കുറച്ചുകൂടി വലുതാക്കിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന്
ചുരുട്ടിയെടുത്തു. അങ്ങനെ പല ഷേപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നോൺ സ്റ്റിക്ക് പാനും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ബ്രൗൺ ആവുന്നവരെ ഞാൻ വെച്ചത്. ഇപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിയെടുക്കാം. കനമൊന്നുമില്ലാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, നമുക്ക് പ്ലെയിൻ ദോശ വേണമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാം. എൻ്റെ മോള് ജസ്റ്റ് ഒന്ന് നെയ്യോ ഓയിലോ ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്.